ഇന്ന് മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഒരു അട ഉണ്ടാക്കി നോക്കാം. നല്ല മധുരക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് പീല് ചെയ്ത് ഇതിൻ്റെ തൊണ്ടുകളൊക്കെ ഒന്ന് മാറ്റി ചെറുതായിട്ട് നുറുക്കി എടുക്കാം. അങ്ങനെ മധുരക്കിഴങ്ങിൻ്റെ തൊണ്ട് കളഞ്ഞു. ഇനി നമുക്കിത് നുറുക്കിയെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി നോക്കാം. അങ്ങനെ മധുരക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു കുക്കറിലേക്കിട്ട് വേവിക്കാം. കുക്കറിലിട്ട് അല്പം മാത്രം വെള്ളം ഒഴിച്ചത് വേവാനുള്ള വെള്ളം മാത്രം മതി. അല്പം മാത്രം വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ മധുരക്കിഴങ്ങ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ തൊട്ടാൽ ഉടയുന്ന പരുവത്തിന് മധുരക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊന്നും അധികമില്ല. ഇനി ഇത് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് എൻ്റെ ഫ്രീസറിലിരുന്ന നെയ്യാണ്, അതുകൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന നെയ്യാണ്, അതുകൊണ്ട് കട്ട പിടിച്ചാണ് ഇരിക്കുന്നത്. അത് നമുക്കൊന്ന് ഉരുകട്ടെ. നെയ്യ് മെൽറ്റായി വരുമ്പോഴേക്കും അല്പം കശുവണ്ടി ഇട്ട് കൊടുക്കാം. കശുവണ്ടി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. കശുവണ്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചെറിയത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. തേങ്ങ അല്പം ഒന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മധുരക്കിഴങ്ങ് വേവിച്ചത് ഞാനൊന്ന് ഉടച്ചെടുത്തു, അതും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഉടഞ്ഞിട്ടിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ആ കൂടെ ഏലക്കായും ജീരകവും പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പൊടിച്ചോ ചതച്ചോ എങ്ങനെ വേണമെങ്കിലും ഇടാം. നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഞാനിത്തിരി ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചെടുക്കാം. നമ്മളെടുക്കുന്ന സാധനം, ഞാൻ ഒന്നിൻ്റെ അളവ് പറയുന്നില്ല, നമ്മളെടുക്കുന്ന സാധനത്തിൻ്റെ അനുസരിച്ച് നമുക്ക് എല്ലാ കൂട്ടിയൊക്കെ എടുക്കാവുന്നതാണ്. കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം. നമുക്കൊരു ഏകദേശം കണക്കുണ്ടല്ലോ, അത് വെച്ച് ചെയ്താൽ മതി. ഇതൊന്ന് നന്നായിട്ട് ചൂടായി കിട്ടണം. അപ്പോൾ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് ആ ചൂടിനെ തന്നെ റവ ഇട്ട് കൊടുക്കാം. റവ ഞാൻ വറുത്ത റവയാണ് എടുത്തേക്കണത്. പച്ച റവ ആയാലും കുഴപ്പമില്ല, വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് വറുത്ത റവ ഉണ്ടായിരുന്നത്, ഞാനത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടെ ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം. തീ ഓഫ് ചെയ്ത ശേഷം ഇട്ട് കൊടുത്താൽ മതി. ആ ചൂട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആ വെള്ളം വറ്റാനുള്ള റവ മാത്രം മതി, ഒരുപാട് റവ വേണ്ട. റവ ആവശ്യത്തിനായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. യോജിപ്പിച്ചെടുക്കാം. നമുക്ക് യോജിപ്പിക്കുന്ന കൂട്ടത്തിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ശകലം ഉപ്പ് മതി, ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. എന്നിട്ടാണ് ബാക്കി പണി. എല്ലാം അങ്ങനെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് യോജിച്ച് വെച്ചു. ഇനി
ഞാനൊരു ഇല വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇലയിലേക്ക് നമുക്കിത് കുറേശ്ശെ കോരി വയ്ക്കാം. ഇങ്ങനെ കുറേശ്ശെ കോരി വെച്ചിട്ട് നമുക്കെടുത്ത് ഇങ്ങനെ പരത്തി വെച്ചോ ഉരുട്ടി വെച്ചോ ഒക്കെ നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഇങ്ങനെ വെച്ച് മടക്കി അപ്പച്ചെമ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് നമുക്കിനി അപ്പച്ചെമ്പിൽ വെച്ച് ആവിയേറ്റെടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഓരോന്ന് അതിലേക്ക് പറക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുത്താൽ ഇങ്ങനെ എല്ലായിടത്തേക്കൂടെയും ഷേപ്പ് ചെയ്ത് ഇങ്ങനെ കിട്ടും. നമുക്കിങ്ങനെ ഓരോന്ന് പറക്കി വയ്ക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തേക്കൂടെയും ഇങ്ങനെ പറന്ന് കിട്ടും. അല്പസമയം മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം, ആവിയേറ്റെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കുറച്ച് സമയമായി ആവി വെച്ചിട്ട് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലായിടും. ഇനി നമുക്കത് പറക്കിയെടുക്കാം. തീ ഓഫ് ചെയ്യാം. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ചൂടാണ്. നമുക്കൊന്ന് പൊളിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരെണ്ണം ഒന്ന് പൊളിച്ച് നോക്കാം. ചൂടാറിയിട്ട് കഴിക്കുകയാണ് രുചി കൂടുതൽ. നമുക്ക് നിങ്ങളൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. കേട്ടോ, അടിപൊളി പലഹാരം. 2 മധുരക്കിഴങ്ങും കൊണ്ട് വീട്ടിൽ ഒരു 4 പേർക്കുള്ള നല്ലൊരു കടി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ചായക്കടിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. 2 കിഴങ്ങും കൊണ്ട് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും എല്ലാവരും എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ 4 പേരുള്ളൂ. 4 പേർക്ക് 2 എണ്ണം കഴിക്കാനുള്ള ചായക്കടിയായി.